മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. 7ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് പരീക്ഷയിൽ എന്തായാലും ചോദ്യപേപ്പർ ഉണ്ടാവാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടെത്തുക, ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ളത്. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ശ്രദ്ധിച്ചോ, നമ്മളോട് ഒരു നമ്പർ തരുന്നു 5 ക്യൂബ്. എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 5 ക്യൂബ് എന്ന നമ്പർ എടുത്താൽ ശ്രദ്ധിച്ചോ, താഴെയുള്ളത് ഒരു പ്രൈം നമ്പർ ആണ്, അഭാജ്യ സംഖ്യയാണ്, ആൻഡ് മുകളിൽ അതിനൊരു പവറും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടെത്താം. എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള നമ്പറിനോട് 1 കൂട്ടിയാൽ മതി. സോ ഇവിടുത്തെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രൈം നമ്പർ ഞാൻ എടുക്കുകയാണ്, 7⁴. 7⁴ എന്നുള്ള നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയി കണ്ടെത്താം. മുകളിലെ നമ്പർ +1, ദാറ്റ് ഈസ് 4 + 1 = 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് എഴുതാം 3⁹. 3⁹ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? സിമ്പിൾ ആണ്, മുകളിലെ നമ്പർ +1. അപ്പൊ എനിക്ക് എഴുതാം 9 + 1 = 10. അപ്പൊ സാറേ, ഒരു പ്രൈം നമ്പറും അതിന്റെ പവറും വരുമ്പോൾ മാത്രമല്ലേ ഇത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനെയൊക്കെ ഒരു നമ്പറൊക്കെ ആണെങ്കിലോ വരുന്നത്, ഫോർ എക്സാമ്പിൾ 5³ × 3². ഇവിടെ എങ്ങനെയാ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടെത്തുന്നത്? എപ്പോഴും ഘടകത്തിന്റെ എണ്ണം കണ്ടെത്താൻ എൻ്റെ മക്കൾ മനസ്സിൽ വെച്ചോ, ഘടകത്തിന്റെ എണ്ണം കണ്ടെത്താൻ എപ്പോഴും എന്ത് ചെയ്താൽ മതി? പവർ +1, കൃതി +1 ചെയ്താൽ മതി. അപ്പൊ നോക്കടാ, ഇവിടെ മുകളിലുള്ള നമ്പർ ഏതാ? ഇവിടെ മുകളിലുള്ള നമ്പർ 3 അല്ലേ? അതിനോട് +1 ചെയ്തേ 3 + 1. ഇവിടെ മുകളിലുള്ള നമ്പർ ഏതാ? 2. അതിനോടും +1 ചെയ്തേ 2 + 1. അപ്പൊ എന്താ? ഈ 3 + 1 എന്ന് പറഞ്ഞാൽ 4, 2 + 1 എന്ന് പറഞ്ഞാൽ 3. ഈ രണ്ട് നമ്പർ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 4 × 3, അവിടുത്തെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 12 ആയിരിക്കും, 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് എഴുതാം 7³ × 11⁴. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര ഘടകം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. മുകളിലെ നമ്പർ +1, അപ്പൊ 3 + 1 ദാറ്റ് ഈസ് 4. മുകളിലെ നമ്പർ +1, അപ്പൊ 4 + 1 ദാറ്റ് ഈസ് = 5. രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ 20. അപ്പോ 3 നമ്പർ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ ഇതാണ് 3² × 5³ × 7² എന്ന് എഴുതുന്നു. 3² × 5³ × 7². അപ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. മുകളിലെ നമ്പർ +1, അപ്പൊ 2 + 1. മുകളിലെ നമ്പർ +1, അപ്പൊ 3 + 1. മുകളിലെ നമ്പർ +1, അപ്പൊ 2 + 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാ നമ്പറും എഴുതുന്നു. 2 + 1 3 ആണ്, 3 + 1 4 ആണ്, 2 + 1 3 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 3 നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 3 × 4 12, 12 × 3 36. അപ്പൊ താഴെയുള്ളത് പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യയാണ്, അതിനൊരു പവറും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതാണ് 3³ × 5⁴ × 11 എന്ന് തന്നു. അപ്പൊ ഇവിടെ മുകളിലത്തെ നമ്പർ എത്രയാ? 3 ആണ്. അപ്പൊ ഞാൻ എഴുതി 3 + 1. ഇവിടെ 4 ആണ്. അപ്പൊ ഞാൻ എഴുതി 4 + 1. അപ്പൊ ഇവിടെ മുകളിൽ നമ്പർ ഇല്ലല്ലോ സാറേ. മുകളിൽ നമ്പർ ഇല്ലെങ്കിൽ അവിടെയുള്ള നമ്പർ ഏതായിരിക്കും? 1 ആയിരിക്കും. ഓർത്തു വെക്കാം, മുകളിൽ നമ്പർ ഇല്ലെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? 1 + 2 എടുത്താൽ മതി. അപ്പൊ 3 + 1 4, 4 + 1 5, 1 + 1 2, 4 5 20, 20 × 2 40. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരാണ്. എത്രയാ ക്വസ്റ്റ്യൻ തരുന്നത്? 4² എന്നൊരു ക്വസ്റ്റ്യൻ തന്നു. 4², 4² എന്നിട്ട് നിങ്ങൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിച്ചാൽ ഈസി ആയിട്ട് ഇവിടെയുള്ള 2ഉം അതിനോട് +1 ചെയ്ത് 2 + 1 = 3 എന്ന് എഴുതിയാൽ ആ ഉത്തരം പൊട്ടത്തെറ്റാണ്. അതെന്താ സാറേ ഇത്രയും നേരം ചെയ്തിട്ട് ഇപ്പൊ തെറ്റാന്ന് പറയുന്നത്? ഇവിടെ നോക്കടാ, താഴെയുള്ള നമ്പർ പ്രൈം നമ്പർ ആണെങ്കിലേ അത് ചെയ്യാൻ പറ്റൂ. ഇവിടെയുള്ള നമ്പർ, താഴെയുള്ള നമ്പർ പ്രൈം നമ്പർ ആണോ, അഭാജ്യ സംഖ്യയാണോ? അല്ല, 4 അഭാജ്യ സംഖ്യ അല്ല. അങ്ങനത്തെ കേസുകൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സംഖ്യ നേരെ എടുത്ത് ചെയ്ത 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രടാ? 16 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ 16നെ എന്താക്കി മാറ്റണം അറിയോ? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് മാറ്റണം. പ്രൈം നമ്പറിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. എങ്ങനെയാ മാറ്റുന്നത്? ആ കിട്ടിയ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 16നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16ന്റെ പകുതി എത്രയാടാ? 8.
8നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യക്കടാ 4. 4നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2. അങ്ങനെയാണെങ്കിൽ പറയാം 16ന് പകരം എനിക്ക് എന്ത് ചെയ്താം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അഥവാ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 4 16, അല്ലെങ്കിൽ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2⁴. 2⁴ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ഫോമിലെത്തി. താഴെയുള്ളത് പ്രൈം നമ്പർ, മുകളിൽ പവർ. അപ്പം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് പറയാം 4 + 1 = 5 എന്ന് കിട്ടി. ഇതായിരിക്കും നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇങ്ങനെ ചെയ്ത് തെറ്റിക്കരുത്. അപ്പോൾ ഏത് സംഖ്യ തന്നാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 എന്നുള്ള സംഖ്യ തന്നു, എങ്ങനെയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക? ആദ്യം ചെറുതാക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്രയായി? 25. 25നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 5. അപ്പോൾ എനിക്ക് പറയാം ഇതിനെ എഴുതാം 2 × 5 × 5. അപ്പോൾ 2 × 5 × 5 എത്രയാടാ? 5². അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലേ? മുകളിൽ നമ്പർ ഇല്ലെങ്കിൽ 1. അപ്പോൾ മുകളിലെ നമ്പർ +1, മുകളിലെ നമ്പർ +1. അപ്പോൾ രണ്ടും കൂടി ഗുണിച്ചാൽ 2, 3. സോ 2 × 3 6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നന്നായിട്ട് പഠിക്കുക, ഒരുപാട് ചോദ്യങ്ങൾ എഴുതി നോക്കുക.